മാനസികമായി പീഡനം നൽകുന്ന ഭാര്യമാരിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇനിയിപ്പം വകുപ്പായി. കാരണം ഭർത്താവിനെ പരിഹസിക്കുക, ഭർത്താവ് ദുർബലനായിരിക്കും, സാമ്പത്തികമായി വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവഹേളിക്കുക, ഭർത്താവിന് മകനെ ഉപേക്ഷിച്ച് ഭാര്യയുടെ വീട്ടിൽ പോവുക, ഇതൊക്കെ മാനസിക പീഡനത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. സുപ്രധാനമായ വിധി ഛത്തീസ്ഗഡ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വന്നു കഴിഞ്ഞു. ജസ്റ്റിസ് രജനി ദുബെ, ജസ്റ്റിസ് അമരേന്ദ്ര കിഷോർ പ്രസാദ് എന്നിവരുടെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭർത്താവിനെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും മനോവിഷമം ഉണ്ടാക്കുന്നതൊക്കെ മാനസിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. നേരത്തെ നമുക്കറിയാം, ഫാമിലി കോടതികളിൽ 99% കേസുകൾ സ്ത്രീകൾ കൊടുക്കുന്നത് ഭർത്താവിനെതിരായും ഭർത്താവിൻ്റെ മാനസിക ശാരീരിക പീഡനത്തിനെതിരായിട്ടാണ് കേസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ മാനസിക പീഡനം ഭാര്യമാർക്ക് മാത്രമല്ല ഭർത്താക്കന്മാർക്കും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ വിധി വന്നിരിക്കുന്നത്. ഭർത്താവിനെയും മകനെയും കാരണമില്ലാതെ സാമ്പത്തികത്തിൻ്റെ കുറവ് കാരണം പണമില്ലാതെ വരുമ്പം ചില സ്ത്രീകൾ ഉപേക്ഷിച്ച് പോവുക, ലിവിങ് ടുഗദറായിട്ട് വേറെ ചിലരുടെ പോവുക, അല്ലെങ്കിൽ അവരുടെ ബന്ധുവീട്ടിൽ പോവുക, അതൊക്കെ മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, താൻ എന്താണ് പണി ചെയ്യുന്നത്, തനിക്ക് എന്തായാലും ജോലി ചെയ്ത് വെക്കൂടാ, ജോലി കിട്ടുന്നില്ല. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടു, പലരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അങ്ങനെയുള്ള സമയത്ത് ഭർത്താക്കന്മാരെ അവരെ പരിഹസിക്കുക, അവരെ കളിയാക്കുക, അവരെ മാനസികമായി പീഡിപ്പിക്കുക, അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ടായി. അതുപോലെ ഒരു സംഭവം തന്നെയാണ് 1996 വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ. അവർക്ക് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്, 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. ആ സ്ത്രീയെ അവരെ മക്കളെയും അയാളെ ഉപേക്ഷിച്ചു പോയി. അത് തന്നെയല്ല, കൂടെ അവർ കളിയാക്കും ഇയാളെ, തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, തനിക്ക് ജോലി ചെയ്തുകൂടെ, കാരണം അവർ ജോലിക്ക് പോകുന്നില്ല, ഭർത്താവ് മാത്രം ജോലിക്ക് പോകുന്നു. ഇങ്ങനെയുള്ള വാദഗതികൾ പല വീടുകളിൽ നടക്കുന്നത് നമുക്കറിയാം. മാനസികമായ പീഡനം ഭർത്താവ് നടത്തിയാലും ഭാര്യ നടത്തിയാലും കുറ്റകരം തന്നെ. അതാണ് കോടതിയുടെ നിരീക്ഷണം. ഛത്തീസ്ഗഡിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണിത്. കാരണം ആ വിധിയിൽ കോടതി ഇപ്പോൾ ഭർത്താവിൻ്റെ ഒപ്പം നിന്നു. അങ്ങർക്ക് മാനസിക പീഡനമാണ്, അദ്ദേഹത്തിന് ഡൈവോഴ്സ് വേണം. ഭാര്യയുടെ ആവശ്യമില്ല, ഭർത്താവിൻ്റെ ആവശ്യം. അതിൻ്റെ ഗ്രൗണ്ട് അയാളെ കളിയാക്കുന്നു, അയാളെ അവഹേളിക്കുന്നു, അയാളെ ഉപേക്ഷിച്ച് അവരുടെ ബന്ധുവീട്ടിൽ പോയി നിൽക്കുന്നു. ഇതൊക്കെ ഒരു മാനസിക പീഡനം തന്നെയാണെന്ന് കോടതിയിൽ അയാൾ ബോധിപ്പിച്ചു. കോടതി അത് അംഗീകരിച്ചു. അങ്ങനെ 1996 വിവാഹം കഴിച്ച ആളാണ്. ഏകദേശം 29-30 വർഷമായി. ആ 19 വയസ്സുള്ള കുട്ടിയുണ്ട്, 16 വയസ്സുള്ള കുട്ടികളുണ്ട്. എന്തായാലും കോടതിയുടെ സുപ്രധാനമായ ഈ വിധി ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ്. അതുകൊണ്ട് കോടതി എന്തായാലും മാനസികമായി പീഡിപ്പിച്ചു ഭർത്താവിനെ എന്ന് കണ്ടെത്തി കോടതി അയാൾക്ക് ഡൈവോഴ്സ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. കാരണം ഇതൊക്കെ കേരളത്തിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നമുക്കറിയാം. ധാരാളം കേസുകൾ സ്ത്രീകൾ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലകളിലും 3-4 കോടതികൾ ഇതിനു വേണ്ടി മാത്രമുണ്ട്. ഓരോ കോടതിയിലും 10,000-കണക്കിന് കേസുകളാണ്. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ധാരാളം ഫാമിലി കോടതികളുണ്ട്. എല്ലാ കോടതികളിലും 15,000 വരെ കേസുകൾ നിലനിൽക്കുന്ന കോടതികളാണ്. കാരണം കേരളത്തിലെ വ്യാപകമായി ഡൈവോഴ്സിലേക്ക് പല കാരണം കൊണ്ടും സ്ത്രീകളും പുരുഷന്മാരും പോയിരിക്കുന്നു. പക്ഷേ സ്ത്രീകളാണ് 99% ഫാമിലി കോടതിയിലെ കേസുകൾ ഫയൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇതുപോലെ ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുന്നതായ കേസുകളിൽ കോടതി സുപ്രധാനമായ തീരുമാനമെടുക്കുന്നത്. ഞാൻ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ കാലഘട്ടത്തിൽ ഒരാൾ എന്നെ എപ്പോഴും കാണാൻ വരുമായിരുന്നു. അയാൾ ഒരു ചെറിയ സഞ്ചി തൂക്കിയിട്ട് ഒരു ഗാന്ധിയനെ പോലെ വരും. അയാൾ പറയണത് അയാളുടെ 30 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അയാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ ഭാര്യയുടെ പേരിൽ ആ സ്ഥലം എഴുതി. 2 പെൺകുട്ടികളുണ്ട്. ഇയാൾ ഒരു ചിന്തകനായിട്ട് ഇങ്ങനെ നടക്കും. അയാളുടെ സ്വത്ത് മുഴുവൻ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു. അയാളുടെ സ്വത്തുക്കൾ മാത്രമല്ല, അയാളുടെ
മിച്ചം ഉണ്ടായിരുന്ന സർക്കാരിൽ നിന്ന് ലഭിച്ച റിട്ടയർമെൻറ്റ് ആനുകൂല്യം എല്ലാം ഭാര്യയുടെ പേരിൽ തന്നെയാണ് ഡിപ്പോസിറ്റും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അയാൾ വഴിയാധാരമായി, കയറി കിടക്കാൻ വീടില്ല, ഭാര്യയും മക്കളും പെൺകുട്ടികളും ഇയാളെ ആ വീട്ടിൽ കയറ്റില്ല. എന്ത് ചെയ്യാനൊക്കെ നമുക്ക്? ഞാൻ ഇന്നത് ഓർക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ് കോടതിയിൽ പോയാൽ നീതി കിട്ടില്ല സാറേ, കാരണം ഫാമിലി കോടതിയിൽ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്കൊന്നും അവിടെ യാതൊരു നീതിയും കിട്ടില്ല. അവസാനം ഞാൻ ആ സ്ത്രീയെയും മക്കളെയും വിളിച്ചു. അത് മക്കളുടെ പിതാവാണ്, അവരുടെ ഭർത്താവാണ്. ഏതെങ്കിലും ഒരു മുറി എങ്കിലും അയാളുടെ പേരിൽ എഴുതി കൊടുക്കും. കാരണം അയാളുടെ കുടുംബ സ്വത്ത് 30 സെൻറ്റ് ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തതാണ്, അയാൾ തന്നെ വീട് വെച്ച് കൊടുത്തതാണ് കംപ്ലീറ്റ്. പക്ഷേ ഇപ്പോൾ അയാൾക്ക് ആ വീട്ടിൽ അവർ കയറ്റുന്നില്ല, അവരുടെ പേരിലാണ് മക്കളും അവരും താമസിക്കുകയാണ്. ഇയാളെ ആ കോമ്പൗണ്ടിൽ കയറ്റില്ല. നിരന്തരം ഇയാൾ റോഡിലും കടത്തണയിലൊക്കെയാണ് കിടക്കുന്നത്. ഇയാളുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെയുള്ള കേസുകൾ ധാരാളം കേരളത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് ജസ്റ്റിസിൻ്റെ രജനി ദുബൈയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജസ്റ്റിസിൻ്റെയും വിധി വളരെ പ്രോത്സാഹജനകമാണ്. കാരണം അങ്ങനെയുള്ള ധാരാളം കേസുകൾ എനിക്കറിയാം. അങ്ങനെയുള്ള കേസുകളിലെ ആൾക്കാർക്ക് നീതി ലഭിക്കണം. അതുകൊണ്ട് ആ കോടതി വിധിയെ മാനിക്കുന്നു. കാരണം അങ്ങനെയുള്ള കേസുകൾ ധാരാളം ഞാൻ കണ്ടിട്ടുമുണ്ട്. അവർക്ക് നീതി ലഭിക്കട്ടെ. അതിന് വീടുകളിലെ ഒരാളെ ഇതുപോലെ അല്ലെങ്കിൽ ഭർത്താവിനെ പരിഹസിക്കുക, അവഹേളിക്കുക, അവരോട് മോശമായി പെരുമാറുക, അവരെ ചീത്ത വാക്കുകളുണ്ട് അഭിഷേകം ചെയ്യുക, പബ്ലിക്കായിട്ട് അവരെ അവഹേളിക്കുക, 10 പേരെ കാങ്ക വെച്ച് അവരെ ചീത്ത വിളിക്കുക, ഇയാൾ കാശിന് കൊള്ളിയില്ലാത്തവനാണ്, കഴിവുകെട്ടവനാണ് എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ അവഹേളിക്കുന്നത് കുറ്റകരം തന്നെയാണ്. അതൊരു ഗ്രൗണ്ട് തന്നെയാണ് ഡൈവേഴ്സിന് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ.